നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ അലീന ബാലേന്ദ്രനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനോട് സംസാരിക്കണം. ബാലേന്ദ്രന് ഭയങ്കര ടെൻഷനായിരുന്നു. രോഹിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അലീനയോട് ചോദിക്കുന്നത്. അലീന പറഞ്ഞു, അച്ഛാ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. രോഹിതിനെ എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാം. നല്ലൊരു വക്കീലിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നോട് ഗോവർദ്ധൻ അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്തിനാ വിഷമിക്കണേ? അച്ഛൻ നല്ല ആരോഗ്യവാനായിട്ട് വീട്ടിലേക്ക് വരണം. അത് മാത്രം എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ എനിക്ക് വീട്ടിലേക്ക് വരണമെന്ന് പോലുമില്ല. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ ചിത കത്തി എരിഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് ജീവിക്കണം എന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എന്തൊക്കെയാ അച്ഛാ ഈ പറയണമെന്ന് ചോദിച്ചു. അതെ മോളെ, ഞാൻ മടുത്തു, ജീവിതം തന്നെ മടുത്തു പോവാന്ന് പറഞ്ഞു. അച്ഛാ അങ്ങനെ പറയരുത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തളർന്നു പോയാലോ? നമ്മൾ തളരരുത് എന്നും പറഞ്ഞുകൊണ്ട് അലീനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ബാലേന്ദ്രനെ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവന്നിരിക്കും. അലീനയല്ലേ പറഞ്ഞേ? അലീനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ കൃഷ്ണനെയൊക്കെ നോക്കണം, അറിയാലോ, അതൊക്കെ ഞാൻ ഏറ്റു. അച്ഛൻ അന്ന് ഓർത്തിപ്പം ടെൻഷൻ അടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരാൻ നോക്ക്. അച്ഛൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ ഭേദമാകും എന്നൊക്കെ അലീന ബാലേന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രന് കുറേ കാര്യങ്ങൾ, കടയുടെ കാര്യങ്ങളും അതിനെക്കുറിച്ചെല്ലാം അലീനയെ പറഞ്ഞ് ഏൽപ്പിക്കണം. അങ്ങനെ അലീന പറഞ്ഞു, അതൊക്കെ കൃത്യസമയത്ത് തന്നെ വേണ്ടതുപോലെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഗോവർദ്ധനങ്ങൾ എങ്ങനെയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അലീന വീട്ടിലേക്ക് വരുന്നത്. അതേ സമയത്ത് ഹരിയെയും രോഹിത്തിനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർക്കിട്ട് കിട്ടുകയും ചെയ്തു. നല്ല രീതിയിൽ പോലീസുകാരിട്ട് ചതച്ചു. രോഹിത്താണെങ്കിൽ എത്ര അടിച്ചിട്ടും പറയണം, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയണേ. ഞാനൊന്നും ചെയ്തിട്ടില്ല, അവിടെ പോയെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേങ്കിൽ ഞാൻ അവിടെ പോയി വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഹരിയെ നന്നായിട്ട് ചോദ്യം ചെയ്യണം. ഇടി കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഹരിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹരിയുടെ ഫോണൊക്കെ മേടിച്ച് നോക്കുകയാണ്. അങ്ങനെ നോക്കണ സമയത്ത് അതിനകത്തുനിന്ന് പല പല കാര്യങ്ങളും പോലീസുകാർക്ക് കിട്ടുന്നുണ്ട്. പല വിവരങ്ങളും അതിനകത്തുനിന്ന് കിട്ടുകയാണ്. അതിൽ സുപ്രധാന വിവരങ്ങളെന്ന് പറഞ്ഞാൽ അവളുണ്ടായിരുന്നു ബബിത. ബബിതയുടെ നഗ്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ബബിത തൻ്റെ കൂട്ടുകാരനോടൊപ്പം പോയി, അവിടെ കാമുകനോടൊപ്പം പോയി ആ വീട്ടിൽ പോയി കാണിച്ചു കൂട്ടിയതൊക്കെ അവൻ്റെ ഫോണിനകത്തുണ്ടായിരുന്നു. അത് വെച്ച് അവൻ ബബിതയെ ഒരു തവണ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ അത് സഹിതം ഉണ്ടായിരുന്നു. അപ്പം ഇവൻ എത്ര വലിയ ക്രിമിനലാണ്. പിന്നെ മാത്രമല്ല അവൻ്റെ കുറേ ചാറ്റുകളും കാര്യങ്ങളും, അവനൊരു പെൺകുട്ടിയായിട്ടല്ല വേറെ പല പെൺകുട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലായി. ഹരിയെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം അവർക്ക് കിട്ടുവാണ്. ഒടുവിൽ അങ്ങനെ എന്ത് ചെയ്തു, ഹരിയെ തെളിവെടുപ്പിനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഹരിയുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ എന്തെങ്കിലും രേഖകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, തെളിവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹരിയെ കൂട്ടിക്കൊണ്ട് പോലീസുകാർ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് മനുശങ്കറാണ് ആദ്യം കാഴ്ച കാണുന്നത്. ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നു. അതിനകത്ത് ഹരി ഇരിക്കുന്നു. പിന്നീട് മനുശങ്കർ അകത്തേക്ക് എന്നിട്ട് കമലയോട് കാര്യം പറയണം. കമലോട്, ദൈവമേ എൻ്റെ മോന് എന്നൊക്കെ ഇങ്ങനെ കമല പറയാം. അപ്പം കൈവിലങ്ങ് വെച്ച ഹരിയെ കമല കണ്ടില്ലോ. ഇതിനു മുമ്പ് കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചാണ് ഹരിയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. നരൻ്റെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. കമലയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും പോലീസുകാർ ഹരിയെ ജീപ്പിനകത്ത് നിന്ന് ഇറക്കി അവിടേക്ക് കൊണ്ടുവരുക. ആ സമയത്ത് മനുശങ്കർ ഇങ്ങനെ ഹരിയൊന്ന് നോക്കി. അവൻ്റെ മുഖത്തൊരു കുറ്റബോധ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് വന്നാലും താങ്ങുന്നൊരു ചിന്തയായിരുന്നു. കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തെറ്റ് ചെയ്ത് തന്നെയാണ് അവൻ കാരണം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇതിനു മുമ്പും പല തെറ്റുകളും അവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, അവനെ അകത്തേക്ക് ഏറ്റിക്കൊണ്ട് വരുവാണ്. ആ സമയത്ത് തല കുനിച്ച് നിൽക്കും അവന്. കമല അങ്ങോട്ടേക്ക് വന്നു. കമല അവനെ നോക്കി. ആ സമയത്ത് പോലീസുകാരൻ പറഞ്ഞു, എന്താണ് നീ തല കുനിച്ച് വയ്ക്കുന്നത്? തല ഉയർത്തി പിടിച്ച് നിൽക്കടാന്ന് പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. ഒറ്റ അടിയായിരുന്നു അവനിട്ട്. കമല ഞെട്ടിപ്പോയി. എന്താടാ നിനക്കിപ്പോൾ തല കുനിഞ്ഞു പോയി നിന്റെ വീട്ടിലെത്തിയപ്പോൾ? ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. പാവം പിടിച്ച ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് കാഴ്ച വെക്കുമ്പോൾ നിനക്ക് ഈ മനോഗതി ആയിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേ കമല പറയും, സാറേ തല്ലല് സാറേ, എൻ്റെ മോൻ പാവം. നിങ്ങളുടെ മോൻ പാവം അല്ലേ? അതെല്ലാം അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. മക്കളോട് അമ്മയുടെ സ്നേഹമുള്ള ഏത് അമ്മമാരും ഇങ്ങനെ പറയുള്ളൂ. പക്ഷെ അവരൊരു കാര്യം ചിന്തിക്കുന്നില്ല. അവർക്ക് മക്കളുണ്ട്. അവരുടെ മക്കൾക്ക് ഇങ്ങനെ ഗതി വരുന്നെങ്കിൽ അവർ സഹിക്കില്ലെന്നല്ല. നിങ്ങൾക്കും പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേന്ന് ചോദിച്ചു. അതെ സാറേ, എനിക്കൊരു മോളുണ്ട്. നിങ്ങളുടെ മോൾക്ക് ഈ അവസ്ഥ വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തല്ലണ്ടെന്ന് പറയാം. അവനെ തല്ലിക്കൊല്ലല്ലേ പറയുള്ളൂ. അത് പിന്നെ സാറേ മിണ്ടരുത്.
നിങ്ങളൊക്കെ ഇവന് വളം വെച്ച് കൊടുത്തതിൻ്റെ ഫലമാണ്. പിന്നീട് മനുശങ്കരൻ നോക്കിച്ചു, നീ ഇവൻ്റെ ചേട്ടനാണെന്നൊക്കെ ചോദിച്ചു. മനുശങ്കർ പറഞ്ഞു, അതെ സാറേ. പിന്നീട് മനുശങ്കരോട് വാ, ഇവൻ്റെ മുറിയും കാണിച്ചായിട്ട് ഇവനെ കുറച്ച് തെളിവെടുപ്പുകളൊക്കെ നടത്താനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് മുറിക്കകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ്. അവിടെ ചെന്ന് ഹരിശങ്കറിൻ്റെ മുറിയൊക്കെ ഇങ്ങനെ അരിച്ചു പെറുക്കി പരിശോധിക്കുകയാണ് പോലീസുകാർക്ക്. പിന്നെ അവിടെ നിന്ന് കുറേ പെൺഡ്രൈവും കാര്യങ്ങളും അതെല്ലാം കിട്ടുവാണ്. അതൊക്കെ അങ്ങനെ അവർ ശേഖരിച്ചു. ഈ സമയത്ത് മനുശങ്കർ രൂക്ഷമായിട്ട് ഹരിയെ നോക്കുവാണ്. കാരണം അവൻ ഇതിനു മുമ്പ് വാണിങ്ങി കൊടുത്താണ് അലീനയുടെ കാര്യത്തിൽ. അന്നേ പറഞ്ഞ മര്യാദയ്ക്ക് ജീവിച്ചോണമെന്ന്. പക്ഷെ അന്ന് അവനത് കേട്ടില്ല. അന്നത് കേൾക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ അവനുണ്ടാവത്തില്ലായിരുന്നു. പിന്നീട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുവാണ്. അപ്പോഴേക്കും കമലയ്ക്ക് ആ പാടെ സങ്കടമായിപ്പോയി. അവൻ്റെ കോലം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവമേ, ഇങ്ങനെ പോയിട്ടുണ്ട് തൻ്റെ മോനെ ഇവരെല്ലാം തല്ലി കൊല്ലുമെന്നോ ഒരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഹരിയോട് പറഞ്ഞു, എടാ, ഇത്ര നല്ല ജീവിത സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്ടാ നീ ആ പാവം പിടിച്ച പെണ്ണിനെ പോയി ഇങ്ങനെ ആക്കി തീർത്തത് എന്തൊക്കെ ചോദിക്കണം. ആ സമയം കമല പറഞ്ഞു, സാറേ ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരന്മാരായിരിക്കും ചെയ്തേ, എൻ്റെ മോൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇവൻ പണ്ട് കുടിച്ച മുലപ്പാൽ വരെ ഇവനെ കൊണ്ട് ഛർദ്ദിപ്പിച്ചിട്ടുണ്ട്. ഇവൻ്റെ ഫോണിൽ നിന്ന് പല ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലേ, ഇനി ബാക്കി എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. കേരള ജീപ്പിൽ നിന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. കമലയ്ക്ക് വെപ്രാളമായി. കമല മനുവിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ മനു, പോലീസുകാർ അവനെ തല്ലിക്കൊല്ലുമെന്ന് തോന്നേ, പിന്നെ അല്ലാതെ അവന് ഉമ്മ വെക്കാനാണ് പോലീസുകാർ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. അമ്മേ, ഇതൊക്കെ കൊണ്ട് ആദ്യമേ പറഞ്ഞത്. അന്ന് അലീന ഒരു പക്ഷേ കേസ് കൊടുക്കുമായിരുന്നെങ്കിലുണ്ടല്ലോ ഇവൻ അന്നേ അകത്ത് കിടന്നേരം. പക്ഷേ എങ്കിൽ അന്ന് അലീന അത് ചെയ്തില്ല. അതിൻ്റെ ഫലം ഇന്ന് ഇവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അവന് ശിക്ഷ കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് അവന് ഈ പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. എന്ത് വന്നാലും അവൻ്റെ കൂസലുണ്ടോയെന്ന് നോക്കിയേ. അമ്മ ഇവനെപ്പോലെ ഒരുത്തന്നെ പ്രസവിച്ചില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ വളർത്താൻ പറ്റണം. അല്ല, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് അത് വല്ലതും കുലുക്കം ഉണ്ടായിരുന്നോ കൂസലുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവനെ തെളിവെടുപ്പിച്ചിട്ട് നേരെ ആ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ വീട്ടിൽ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാം പോലീസ് തെളിവെടുക്കുകയാണ്. ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ കിടന്ന് ചീത്ത പറയുന്നുണ്ട്, അവനിങ്ങോട്ട് ഇറക്കി വിട് സാറേ, അവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആൾക്കാരെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേനും ഹരി ഒന്ന് പേടിച്ചു പോയി. ഹരി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ വിചാരം നൈസായിട്ട് കുറച്ച് പൈസയും കൊടുത്ത് അവളെ അങ്ങോട്ട് ഒതുക്കി കാര്യങ്ങൾ വീണ്ടും നടത്തിക്കാം എന്നൊരു ചിന്തയായിരുന്നു. വീണ്ടും അവൾ താൻ വിളിക്കുന്നിടത്തേക്ക് വരുമെന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവനൊട്ടും പ്രതീക്ഷിച്ചതുമില്ല. പിന്നീട് രോഹിത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യണ സമയത്താണ് രോഹിത്ത് പറയണേ, ഇതിനു മുമ്പ് അലീനയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് ഹരി ചെയ്ത ആ കാര്യങ്ങളൊക്കെ പറയണം. ഓഹോ, അപ്പം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടല്ലേ. പിന്നീട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം രോഹിത്തിനോട് ചോദിച്ച് മനസ്സിലാക്കണം. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം പോലീസ് എന്ത് ചെയ്തു, അലീനെ ചോദ്യം ചെയ്യാനായിട്ട് അലീനയിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്ന് അലീനയ്ക്ക് സംഭവിച്ച എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൃഷ്ണമോളാണ് പോയി കഥ തുറക്കുന്നത്. പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ ഒന്ന് പേടിച്ചു. കൃഷ്ണമോൾ അലീനയെ വിളിക്കുകയാണ്. അലീന ചേച്ചി, ഇതേ പോലീസ് എന്ന് പറയണം. അങ്ങനെ അലീന എന്നു, എന്താ സാറേ, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, അതെ, നിന്നോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്നോടോ? അതെ, നിന്നോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വേറെ പലരെയും ചോദ്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഭവിതയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭവിത ഒരു വനിതാ കോൺസ്റ്റബിൾ പോയി ചോദ്യം ചെയ്യുവാണ്. ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പോൾ ഭവിത ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പിന്നീട് ഭവിതയോട് ചോദിച്ചു, സത്യം പറ, ഹരിയുടെ ഫോണിനകത്ത് നിന്റെ നഗ്നചിത്രങ്ങളും കാര്യങ്ങളും വീഡിയോസൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു. ഒരു നിമിഷം ഭവിത ഞെട്ടിപ്പോയി. ഭവിത ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഫോണിൽ നിന്ന് അത് പോയെന്ന് വിചാരിച്ചിരുന്നു. സത്യം പറയുന്നത് നല്ലത്. ഭവിതയ്ക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റിയില്ല. താനും തൻ്റെ കാമഗുരും കൂടെ പോയതും അവൻ പിന്നാലെ വന്നു അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയതും അവന് വഴങ്ങണമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുവാണ്. അങ്ങനെ അവളെ ചോദ്യം ചെയ്ത് അവളുടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ സമയത്ത് അലീനയുടെ അടുത്ത് പോലീസ് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. പോലീസ് ചോദിച്ചു, സത്യം പറ, നിന്നെ അവൻ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇല്ല സാറേ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണം. സത്യം പറഞ്ഞു, സത്യം പറയാൻ നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അലീന അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ അലീനോട് പറഞ്ഞു, നിന്നെ ഒന്ന് കൊണ്ടുപോകണം, നിന്നെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ അലീനോട് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളൊക്കെ ഞെട്ടി. ദൈവമേ, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊരു പേടിയൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അലീനയ്ക്കൊരു കുലുക്കമില്ലായിരുന്നു. കാരണം അലീനയ്ക്കറിയാം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ
ഇവർക്ക് വേണ്ടുന്ന വിവരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യങ്ങളും അലീനയ്ക്കറിയായിരുന്നു. പക്ഷേ കൃഷ്ണമോൾക്ക് അങ്ങനെ ആയിരുന്നില്ല. കൃഷ്ണമോൾക്ക് പേടിയാ, ഇനിയിപ്പോൾ അലീന ചേച്ചി എന്തിനായിരിക്കും പിടിച്ചോണ്ട് പോകുന്നതെന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അലീനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ മനുവിനെ വിളിച്ച് കൃഷ്ണമോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അലീനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അലീന പല കാര്യങ്ങളും പറയും. അതോടൊപ്പം തന്നെ രോഗത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.